ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സീസ് ഇറ്റ് മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇപ്പം നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 2 കെമിസ്ട്രി, ജനറൽ സയൻസിൽ കെമിസ്ട്രി. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ഓർസ്. അപ്പോൾ നമ്മളിത് പറയണേക്ക് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്. നമ്മൾ ഈ ബുക്കിലെ ഡീറ്റെയിൽസ് ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വെച്ചാൽ ഈ ബുക്കിലെ സിലബസ്, അതുപോലെ തന്നെ എന്താ പറയുക, ഈ ചാപ്റ്റേഴ്സുകളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് തുടക്കം മുതൽ അവസാനം വരെയുള്ള ഈ ബുക്കിലെ അത്യാവശ്യം എല്ലാ ചാപ്റ്ററും നമുക്ക് ചെയ്യാൻ പറ്റില്ല, എന്നാലും സെലക്ട് ചെയ്തിട്ട് കുറേ ടോപ്പിക്സൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് ഈ ബുക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാവുന്ന രീതിയിൽ നമുക്കൊരു വീഡിയോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നതാണ്. സെക്ഷൻ 1 എന്ന് പറഞ്ഞ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. പക്ഷേ ക്യാമറയുടെ ക്ലാരിറ്റി കുറവ് കാരണം നമുക്കത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ അതേ വീഡിയോ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് ഒരു ഇത് എത്തട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പം ആ വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യും എന്നുള്ള രീതി തന്നെ നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ വൈകണതിന് ദയവേത് ക്ഷമിക്കണം എന്ന് പ്രത്യേകം പറയാണ്. എന്നുവെച്ചാൽ അത്യാവശ്യം എല്ലാ ഭാഗത്തൊന്നും എന്നുവെച്ചാൽ ഇപ്പം ഈ ബുക്കിലെ ഒരു സിലബസ് അനുസരിച്ച് പേപ്പർ 1 ജനറൽ സ്റ്റഡീസും ജനറൽ ആപ്റ്റിറ്റ്യൂഡെന്നും പേപ്പർ 2 ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, പേപ്പർ 1 ജനറൽ സ്റ്റഡീസ് അതൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിലെല്ലാം അത്യാവശ്യം നമുക്ക് പറ്റാവുന്ന രീതിയിലുള്ള ടോപ്പിക്സ് എന്തായാലും നമ്മൾ ഉൾക്കൊള്ളിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ ബുക്കിനെ കുറിച്ച് എന്തായാലും നല്ലൊരു ഐഡിയ വരും. അതുപോലെ തന്നെ ഈ ബുക്ക് എന്താണെന്നുള്ളൊരു അറിവിലോട്ട് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലുള്ളൊരു വീഡിയോ അല്ലത്. ഇത് നമ്മൾ ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് നമ്മൾ 30/5/2023 അപ്ലോഡ് ചെയ്തത്. എന്നുവെച്ചാൽ ഒരു വർഷം കഴിഞ്ഞിപ്പം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ നമുക്ക് എന്തായാലും ചെയ്യേണ്ട ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ടോപ്പിക്സ് അത്യാവശ്യം കവർ ചെയ്യുന്നതാണ് അതിൻ്റേതായിട്ടുള്ളൊരു ശരി. അതുകൊണ്ടാണ് നമ്മളത് അത്യാവശ്യം എന്താ പറയുക, ലൈറ്റാണ് അവസ്ഥയിലേക്ക് ആവുന്നത്. അപ്പം ക്ഷമിക്കണം എന്ന് പറയാനാവുള്ളൂ. അപ്പം അത് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചെന്നുള്ളൂ. കാരണം കുറേ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമായിരുന്നു. സെക്ഷൻ 1 വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ എപ്പോഴും പറയുമായിരുന്നു. എല്ലാ വീഡിയോയിലും കുറേ വീഡിയോയിൽ വെച്ചാൽ ഇപ്പോഴല്ല, കുറേ നാൾക്ക് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിലൊക്കെ നമ്മൾ പറയുമായിരുന്നു. കാരണം ഇപ്പോൾ അത്യാവശ്യം ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൽ ഒരു 5-6 മാസം മുന്നുള്ള എന്നുവെച്ചാൽ കറക്റ്റ് കണക്കിന് ഒരു 6 മാസം മുന്നുള്ള വീഡിയോയിലൊക്കെ ആ സമയത്ത് നമ്മൾ കുറേ വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിലൊക്കെ ഞാൻ പറയുമായിരുന്നു പുതിയ വീഡിയോ എടുക്കുമെന്ന് പറയുമായിരുന്നു. അപ്പോൾ അതൊന്നും സത്യം പറഞ്ഞാൽ നടന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഇത് എടുത്ത് പറഞ്ഞു വെച്ചാൽ നമുക്ക് അത്രയും പ്രാധാന്യമുള്ള കാര്യമായതുകൊണ്ടാണ്. കാരണം നമ്മൾ ശരിക്കും നമ്മളൊരു ബുക്കിൻ്റെ തുടക്കം മുതലേ തന്നെ ക്ലാസ് എടുത്ത് പോകണം, വീഡിയോ ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു ശരി. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രാധാന്യം എടുത്ത് പറയുന്നത്. എല്ലാ വീഡിയോയിലും നമുക്ക് പറയാനാവില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനു വേണ്ടി കുറച്ച് സമയം നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. എന്തായാലും വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യും എന്നുള്ള ഒരു ആഗ്രഹത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഈ വീഡിയോയിലെ ടോപ്പിക്ക് നോക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയണ്, എന്താ പറയുക, എൻ്റെ താല്പര്യത്തിനനുസരിച്ചല്ല, എൻ്റെ സൗകര്യത്തിനനുസരിച്ചാണ് വീഡിയോ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ദയവേത് വിചാരിക്കരുത്. അത് പ്രത്യേകം പറയാണ്. എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണെന്ന് തന്നെ പറയേണ്ടി വരും നമുക്ക്. കാരണം എന്നാലാണ് നിങ്ങൾക്ക് ഈ ബുക്കിനെ കുറിച്ചൊക്കെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം ഈ സിലബസിനെ കുറിച്ച് ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ തന്നെ പറയാറുണ്ട്. ഇപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പറയണമെന്നുള്ളൂ. ഈ ബുക്ക് ശരിക്കും 2024 ബുക്കല്ല. ദ പേഴ്സൺ സീസ് ഇറ്റ് മാനുവൽ 2024 ബുക്കല്ല. ദ പേഴ്സൺ സീസ് ഇറ്റ് മാനുവൽ 2013 ബുക്ക് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്തായാലും. അപ്പോൾ സിലബസ് വളരെ ഡിഫറൻസ് ആണ്. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ
ഈ വീഡിയോയിൽ പറയാൻ കാരണം നമുക്ക് എന്താ പറയുക, നിങ്ങളെ വ്യൂവേഴ്സിനെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് ശരിക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ അതാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ. സെക്ഷൻ 1 വീഡിയോ അത്രയും ഇമ്പോർട്ടൻറ്റ് അർഹിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ നമ്മുടെ സിറ്റുവേഷൻസും കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ വീഡിയോ ചെയ്താൽ ശരിയാവില്ല. അതുകൊണ്ടാണ് എന്തായാലും ഞാനതൊന്ന് പറഞ്ഞ് പോകണമെന്നുള്ളൂ എന്തായാലും. അപ്പോൾ ദയവേത് മനസ്സിലാക്കുക. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ടോപ്പിക്കുകളായിട്ട് എടുക്കാനുണ്ട്. ഇതോടുകൂടി അവസാനിക്കുന്നില്ല, പകുതി പോലും ആയിട്ടില്ല ഈ ബുക്ക്. അതുകൊണ്ടാണ് നമ്മൾ ലേറ്റായി പോണത് സെക്ഷൻ 1 വീഡിയോ. അപ്പോൾ അത് ഒരുവിധം ആയിക്കഴിഞ്ഞതിന് ശേഷം എടുക്കുകയാണെങ്കിൽ എനിക്കും അത് ഒരുപാട് സന്തോഷമായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ളൊരു വീഡിയോ തന്നെ നമ്മൾ ചെയ്യും അങ്ങനെ വിചാരിക്കുന്നത്. കുറേ ടൈമൊക്കെ എടുത്ത് ഒരു 2 വീഡിയോ ഇട്ട് ചെയ്യാന്നുള്ളൊരു ആഗ്രഹമുണ്ട് നമുക്ക് സെക്ഷൻ 1 വീഡിയോ. അന്ന് ഞാൻ ചെയ്തത് സെക്ഷൻ 1 വീഡിയോ ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്തത്. ഇത്തവണ സെക്ഷൻ 1 വീഡിയോ നമ്മൾ പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാനിത് എടുത്തെടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ്സോളം ഞാനിപ്പോൾ ഈ കാര്യം തന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടൻറ്റ് അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം ശരിക്കും പറഞ്ഞാൽ ഈ ബുക്ക് എന്താണ് എന്നുള്ളൊരു അറിവ് അത് നിങ്ങൾ വ്യൂവേഴ്സിന് കിട്ടും. CSIT എന്നുള്ള രീതി ചിന്തിക്കുമ്പോൾ എന്താ പറയുക, അത്രയും ഓർഡറിനൊക്കെ അത്രയും പ്രാധാന്യമുണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്ന ഓർഡറിനൊക്കെ. അപ്പോൾ കറക്റ്റായിട്ട് ഓർഡർ എന്തായാലും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം, എന്നാലേ കാര്യമുള്ളൂ. ഞാനത് പ്രാധാന്യം എടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്കിനെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് അറിവൊക്കെ ഉണ്ടാവും എല്ലാവർക്കും. ഈ ബുക്കിനെ കുറിച്ച് നല്ലപോലെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളവർ തന്നെ ആയിരിക്കും. എന്നാലും ഒരു പക്ഷേ ബുക്കിനെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ എന്തായാലും ബുക്ക് മേടിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെടും. കാരണം ഈ ബുക്കായിട്ടുള്ള ഡീറ്റെയിൽസ് മൊത്തം നമ്മളെ വീഡിയോയിൽ കൊടുക്കും. എന്ത് തന്നെയാലും ബുക്കിൻ്റെ വില അടക്കം എല്ലാനും. അതുപോലെ തന്നെ ഈ ബുക്കിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പ്രിന്റ് ചെയ്തത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അങ്ങനത്തെ രീതി നോക്കുമ്പോൾ നമുക്കിത് വളരെ ഉപകാരമാണെന്ന് തന്നെ പറയാം. ഇപ്പം ബുക്ക് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ, പുതിയ ബുക്ക് മേടിക്കാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നവർക്കൊക്കെ വളരെ എന്താ പറയുക യൂസ്ഫുള്ളാണ്. അപ്പം ആ രീതിയിലും കൂടിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് എന്തായാലും. അപ്പം അത്രേ ഉള്ളൂ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നിങ്ങൾക്ക്, അത് മതി. അപ്പോൾ നമുക്ക് പറയാം. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ഓർസ്. Extraction of metal from ores. A mechanical separation. Mechanical separation has several methods. One of the simplest is gravity separation. This process is based on the difference in specific gravity between native metals and metallic minerals and the other rock materials with which they are mixed. When crushed, or concentrates are suspended in either water or an air blast. The heavier metal or metallic mineral particles fall to the bottom of the processing chamber, and the lighter gangue is blown or washed away. The prospector's technique of planning gold from gold-bearing sand, for example, is a small-scale gravity separation process. Similarly, by virtue of its higher specific gravity, magnetite, a mineral of iron, may be separated from the gangue rock in which it occurs. Flotation is the most important present-day method of mechanical concentration. In its simplest form, flotation is a modified gravity process in which finely ground ore is mixed, usually with a liquid. The metal or metallic mineral floats while the gangue sinks. Although the reverse is true in some instances, in most modern flotation processes, the floating
of either the metal or gangue is aided by an oil or other surface active agent. By this means, comparatively heavy substances can be made to float on water. In one typical process, a finely ground ore containing copper sulfide is mixed with water, to which smaller amounts of oil, acid, or other so-called flotation reagents are added. When air is blown through this mixture, froth is formed on the surface that has the property of mixing with the sulfide but not with the gangue. The latter material settles, and the sulfide is collected from the froth. Use of the flotation process has made possible the exploitation of many ore deposits of low concentration and even of the wastes from processing plants that used less efficient techniques. In some cases, by means of differential flotation, different minerals can be concentrated from one complex or in single process. In some cases, by means of different flotation, different minerals can be concentrated from one complex or in a single process, or such as magnetite that have marked magnetic properties are concentrated by means of electromagnets that attract the metal but not the gangue. അപ്പോൾ എ മെക്കാനിക്കൽ സെപ്പറേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ബി electrostatic separation. Electrostatic separation. It employs an electric field to separate minerals of different electrical properties by exploiting the attraction between unlike charges and the repulsion between like charges. C. Chemical separation. The methods are in general the most important from the economic point of view. In present day practice, chemical separation is often done in the second stage. After mechanical concentration, smelting is preferred over the processes in order to get a greater tonnage of refined metal. In smelting, the ore or the concentrate from a mechanical separation process is heated with a reducing agent and a flux to high temperature. The reducing agent combines with the oxygen in a metallic oxide, leaving pure metal. The flux combines with the gangue to form a slag that is liquid at the smelting temperature and can thus be skimmed off or poured away from the metal. The production of pig iron in blast furnaces is an example of smelting, and the process is also used to extract copper, lead, nickel, and many other metals from their ores. The production of pig iron in blast furnaces is an example of smelting, and the process is also used to extract copper, lead, nickel, and many other metals from their ores. Extraction of metal from ores, A. Mechanical separation, B. Electrostatic separation, C. Chemical separation ഒക്കെയാണ് നമ്മൾ പറഞ്ഞത്. Amalgamation is a metallurgical process in which mercury is utilized to dissolve silver or gold to form an amalgam. Amalgamation is a metallurgical process in which mercury is utilized to
ഓ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഡബിൾ 2 വന്നേക്കാണ്. നമ്മൾ ഒരിക്കലൂടെ പറയാണ്. Amalgamation is a metallurgical process in which mercury is utilized to dissolve silver or gold from an amalgam. This process has been largely supplanted by the cyanide process, in which gold or silver is dissolved in solutions of sodium or potassium cyanide. Various types of aqueous solutions are employed in different leaching or percolating process to dissolve metals from ores. Metallic carbonates and sulfides are treated by roasting, heating to a temperature below the melting point of the metal. In the case of carbonates, carbon dioxide is driven off in the process, leaving a metallic oxide. When sulfides are roasted, the sulfur combines with the oxygen of the air to form gases sulfur dioxide, leaving metallic oxides which are subsequently reduced by smelting. Agglomeration of ore fine particles is accomplished by sintering or pelletizing. Agglomeration of ore fine particles is accomplished by sintering or pelletizing. Agglomeration of ore fine particles is accomplished by sintering or pelletizing. In the sintering process, fuel, water, air and heat are used to fuse the ore fine into a porous mass. In pelletizing, moistened fine is formed into small pellets in the presence of limestone flux and then fired. A number of other processes, of which pyrometallurgy, high temperature metallurgy and distillation are the most important, are employed in further refinement stages of a variety of metals. In the process of electrolysis, the metal is deposited at the cathode from aqueous solutions or in an electrolytic furnace. Copper, nickel, zinc, silver and gold are several examples of metals that are refined by deposition from aqueous solutions. Aluminium, barium, calcium, magnesium, beryllium, potassium and sodium are metals that are processed in electrolytic furnaces. Aluminium, barium, calcium, magnesium, beryllium, potassium and sodium are metals that are processed in electrolytic furnaces. ഇത് എന്താ പറയുക, ഡബിൾ സോൾട്ട്സ് എന്ന് പറഞ്ഞിട്ട് ടോപ്പിക്കാണ്. അപ്പോൾ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ഓർസ് എന്നുള്ള അതിൻ്റെ ആ ടോപ്പിക്കിൻ്റെ സൈഡ് ഭാഗത്തുള്ളതാണ് ടോപ്പിക്സ് ആൻഡ് ഡബിൾ സോൾട്ട്സ്. നമ്മളത് വിട്ടതാണ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ഓർസ് പറയുന്നതിന് വേണ്ടി. അപ്പോൾ നമുക്ക് ഇനി ഡബിൾ സോൾട്ട്സ് നോക്കാം. ഡബിൾ സോൾട്ട്സ്. A double salt may be regarded as a combination of two simple salts. All salts are compounds consisting of a neutral combination of positively and negatively charged atoms or a group of atoms called ions. Double salts usually contain two different kinds of positive ions and one kind of negative ion, or one kind of positive ion and two different kinds of negative ions. Many minerals are double salts. For example, dolomite is a calcium magnesium carbonate.
MgCO3 2 and apatite is calcium fluorophosphate Ca5FPO4 3. For example, dolomite is a calcium magnesium carbonate. CaMgCO3 2 and apatite is calcium fluorophosphate Ca5FPO4 3. Alumines are an important class of double sulfates with the general formula M1 negative 111 SO4 2 12H2O, in which M1 and M111 can be any number of singly charged metal ions such as the positive sodium ion Na plus and triply charged metal ions such as positive aluminum ions Al plus 3 respectively. A double salt may be regarded as a combination of two simple salts. All salts are compounds consisting of a neutral combination of positively and negatively charged atoms or groups of atoms called ions. Double salts usually contain two different kinds of positive ions and one kind of negative ion, or one kind of positive ion and two different kinds of negative ions. Double salts usually contain two different kinds of positive ions and one kind of negative ion, or one kind of positive ion and two different kinds of negative ions. Many minerals are double salts. For example, dolomite is calcium magnesium carbonate CaMgCO3 2, and apatite is calcium fluorophosphate, calcium fluorophosphate Ca5FPO4 3. Alumines are an important class of double sulfates with the general formula M1 M negative 111 SO4 2 12H2O, in which M1 and M111 can be any number of singly charged metal ions such as the positive sodium ion Na plus and triply charged metal ions such as positive aluminum ions Al plus 3 respectively. Alumines are an important class of double sulfates with the general formula M1 M negative 111 SO4 2 12H2O, in which M1 and M111 can be any number of singly charged metal ions such as the positive sodium ion Na plus and triply charged metal ions such as positive aluminum ions Al plus 3 respectively. ഇനി പറയാനുള്ളത് pharmacology. Pharmacology is derived from the Greek word pharmakon, medicine. It may be broadly defined as the study of drugs. Pharmacology is derived from the Greek word pharmakon, medicine. It may be broadly defined as the study of drugs. Pharmacology is derived from the Greek word pharmakon, medicine. It may be broadly defined as the study of drugs. The study includes three major and intimately related disciplines: toxicology, pharmacodynamics, pharmacodynamics, and therapeutics, each of which has developed into a specialized area of study. In a restricted scene, pharmacology and pharmacodynamics are used
cynomusically and include the study of the biochemical and psychological effects of drugs on a living organism from their administration, absorption, and distribution to their metabolism and excretion. The mechanism by which the drugs produce their effects is also studied. Therapeutics considers the use of drugs in the prevention. The mechanism by which the drugs produce their effects is also studied. The therapeutics considered the use of drugs in the prevention, diagnosis, and treatment of disease. Therapeutics considered the use of drugs in the prevention, uh, diagnosis, and treatment of disease. The mechanism by which the drugs produce their effects is also studied. Therapeutics consider the use of drugs in the prevention, diagnosis, and treatment of disease. ഫാർമക്കോളജിയാണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ട് ദയവായി ക്ഷമിക്കാം. ഇനി നമുക്ക് പറയണത് ഇൻസുലിൻ. Insulin is a hormone produced in all vertebrates by beta cells of the islets of Langerhans found in the pancreas. Insulin is a hormone produced in all vertebrates by beta cells of the islets of Langerhans found in the pancreas. Insulin regulates the level and utilization of blood sugar and affects RNA and protein synthesis as well as the metabolism and storage of fats. Specifically, it controls the absorption of glucose, an energy source of the body, by cells. Low levels of insulin result in increased levels of blood sugar, which cause the disease diabetes mellitus, characterized by excessive urination, acidosis, and vascular degeneration. High levels of insulin or hyperinsulinemia result in lowered blood sugar levels. The symptoms of this condition are dizziness, weakness, and coma. Insulin is a protein consisting of 51 amino acid residues, 30 of which constitute one polypeptide chain and 21 of it make up a second chain. The two chains are linked by two disulfide bridges. Insulin is a protein consisting of 51 amino acid residues, 30 of which constitute one polypeptide chain and 21 of it make up a second chain. The two chains are linked by two disulfide bridges. Insulin is a protein consisting of 51 amino acid residues, 30 of which constitute one polypeptide chain and 21 of it make up a second chain. The two chains are linked by two disulfide bridges. ഇൻസുലിനാണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് ഡ്രഗ് ഡിജിറ്റൽസ്, ചെറിയ ടോപ്പിക്കാണ്. ഡ്രഗ് ഡിജിറ്റാലിസ്. Foxglove is the common name for about 20-30 species of summer floating biennial herbs in the genus Digitalis, family Scrophoradiaceae. Many varieties have oriented through breeding with flowers varying from white to deep rose in color.
The dried leaves, the source of the drug digitalis used for heart trouble, have been used as a medicine since the 13th century. Foxglove is the common name for about 20-30 species of summer flowering biennial herbs in the genus Digitalis family Scrophulariaceae. Many varieties are oriented through breeding with the flower. Varying from white to deep rose in color, the dried leaves, the source of the drug digitalis used for heart trouble, have been used as a medicine since the 30th century. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞതിൽ ഇൻസുലിനും ഡ്രഗ് ഡിജിറ്റാലിസും ആണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ദയവേത് ക്ഷമിക്കുക, പ്രത്യേകം പറയണം. അടുത്തത് ടോക്സിക്കോളജിന്ന് പറയാനുള്ളത്. ടോക്സിക്കോളജി 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 Toxicology is the science of poisons, including not only their physical and chemical effects, but also their detection and antidotes. Toxicity is the ability for a substance to produce injury upon reaching a susceptible site in or on the body. Substances are ranked according to a system of toxicity ratings used to indicate their relative hazard. 1. Unknown for substances for which insufficiently ratings used to indicate their relative hazard. 1. Unknown for substances for which insufficient toxicity data. Toxicology is the science of poisons, including not only their physical and chemical effects, but also their detection and antidotes. Toxicology is the science of poisons, including not only their physical and commercial effects, but also their detection and antidotes. Toxicity is the stability of a substance. Toxicity is the ability of a substance to produce injury upon reaching a susceptible site in or on the body. Substances are ranked according to system of toxicity ratings used to indicate their relative hazard. 1. Unknown for substances for which insufficient toxicity data are available. 2. No toxicity for materials that cause no harm under conditions of normal use or that produce toxic effects only because of overwhelming dosages or unusual conditions. 3. Slight toxicity for materials that produce only slight effects on the skin or other organs of the body from either a single, acute or repeated chronic exposure. 4. Moderate toxicity for materials producing moderate effects on the skin or other organs of the body from either acute or chronic exposure. And 5. Severe toxicity for materials that threaten life or cause permanent physical impairment or disfigurement from such exposure. 5. Severe toxicity for materials that threaten life or cause permanent physical impairment or disfigurement from such exposure. 5. Severe toxicity
for materials that threaten life or cause the permanent physical impairment or disfigurement from such exposure. ടോക്സിക്കോളജിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. ഇനി പറയാൻ പോകുന്നത് സോപ്സ്, ഗ്ലാസ്, സിമെന്റ് ആൻഡ് കോൾ. സോപ്സ്, ഗ്ലാസ്, സിമെന്റ് ആൻഡ് കോൾ. Soaps are alkali salts of higher fatty acids like stearic, palmitic, and oleic acids. Soaps are alkali salts of higher fatty acids like stearic, palmitic, and oleic acids. The sodium soaps are called hard soaps, and the potassium soaps are known as soft soaps. Soaps are obtained from oil and fats. For example, tristyrene is got from beef and mutton tallow. Tripalmitin from palm oil, and triolein from lard, pig fat. Olive oil and cotton seed oil. For example, tristyrene is got from beef and mutton tallow, tripalmitin from palm oil, and triolein from lard, pig fat, olive oil, and cotton seed oil. In India, soap is commonly got from coconut, groundnut, till, and mahua oils. Washing soap is sodium salt of stearic acid, and toilet soap is a potassium salt of oleic acid. These soaps contain a larger COONA plus and a hydrocarbon end, CnH2n plus 1. CnH2n plus 1. The charged end has a tendency to interact with the polar substances like water and fiber, while the hydrocarbon part interacts with non-polar material like oil. The charged end has a tendency to interact with polar substances like water and fiber, while the hydrocarbon part interact with non-polar material like oil. സോപ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അടുത്ത ക്ലീൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ്. ക്ലീൻസിങ് ആക്ഷൻ ഓഫ് എ സോപ്പ്. ക്ലീൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ്. Unimmaculate film of soap molecules on water surface. Unimolecular film of soap molecules on water surface. Unimolecular film of soap molecules on water surface. A soap has two dissimilar ends. At one end is the hydrocarbon chain that is non-polar hydrophobic oil soluble. At the other end there is a carboxylate ion that is polar and hydrophilic water soluble. A soap has two dissimilar ends. At one end is the hydrocarbon contained that is non-polar and hydrophobic oil soluble. At the other end there is a carboxylate ion that is polar and hydrophilic water soluble. C17H35 non-polar, negative COO
plus Na, polar. C negative O C Na plus 0, polar. C 17H35, non-polar. Negative COO plus Na, polar. CO negative Na plus, polar. C 17H35, non-polar. COO plus Na negative, polar. O equals C O negative Na plus, polar. C17H35, non-polar. Negative COO plus Na, polar. C negative O negative plus Na, polar. O equal C O negative Na plus polar. When soap is added to water, its molecules make a unimolecular film on the surface of water with their carboxyl group dissolved in water and the hydrocarbon chain standing on end to form hydrocarbon layer as shown in the figure below. When soap is added to water, its molecules make a unimolecular film on the surface of water with their carboxyl groups dissolved in water and the hydrocarbon chains standing on end to form a hydrocarbon layer as shown in the figure below. When soap is added to water, its molecules make a unimolecular film on the surface of water with their carboxyl groups dissolved in water and the hydrocarbon chain standing on end to form a hydrocarbon layer as shown in the figure below. When a soiled cloth is soaked in soap solution, soap dissolves dirt, fat or oil with dust absorbed in it by micellar ocean aggregate of molecules in a colloidal solution. The oil or fat is the fat is at the center of the sphere with fat soluble by hydrocarbon chains of soap dissolved in it. The water soluble carboxylate ions make a hydrophilic surface around the sphere and render the micelles of oil or fat water soluble. Thus, the micelles are dissolved in water and are washed away. Soap tends to concentration on the surface of the solution and therefore lowers its surface tension tension causing foaming. This helps it to penetrate the fabric. It emulsifies fat in dirt to form micelles and renders all the micelles water soluble. Thus the water washes the dirt away. When a soiled cloth is soaked in soap solution, soap dissolves dirt, fat or oil with dust absorbed in it. By micellar formation,
Micellar are an aggregate of molecules in a colloidal solution. The oil or fat is at the center of the sphere with the fat soluble hydrocarbon chains of soap dissolved in it. The water soluble carboxylate ions make a hydrophilic surface around the sphere and render the micellar of oil or fat soluble. Thus, the micellars are dissolved in water and are washed away. Soap tends to concentrate on the surface of the solution and therefore lowers its surface tension, causing foaming. This helps it to penetrate the fabric. It emulsifies fat in dirt to form micellars and renders all the micellars water soluble. Thus, the water washes the dirt away. അപ്പോൾ ക്ലീൻസിങ് ആക്ഷൻ ഓഫ് സോപ്പിൽ യൂണിമോളിക്കുലർ ഫിലിം ഓഫ് സോപ്പ് മോളിക്യൂൾസ് ഓൺ വാട്ടർ സർഫേസിൽ ഈ ഫിഗറാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. C17H35 നോൺ പോളാർ, നെഗറ്റീവ് COO പ്ലസ് Na നെഗറ്റീവ് പോളാർ, O equal CO negative Na plus polar. C17H35 non-polar, negative COO plus Na negative polar, O equal CO negative Na plus polar. ഇനി നമ്മൾ ക്ലീൻസിങ് ഓഫ് ആക്ഷൻ ഓഫ് സോപ്പ് നമ്മൾ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. ഒരു എന്താ പറയുക ടേബിളാണ് കൊടുത്തേക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ടോയ്ലറ്റ് സോപ്പ് ആൻഡ് ലോണ്ടറി സോപ്പ്. ഡിഫറൻസ് ബിറ്റ്വീൻ ടോയ്ലറ്റ് സോപ്പ് ആൻഡ് ലോണ്ടറി സോപ്പ്. ടോയ്ലറ്റ് സോപ്പ്, ലോണ്ടറി സോപ്പ്. ടോയ്ലറ്റ് സോപ്പ് high quality fats and oil as raw materials. Laundry soapil cheaper quality fats and oils. Toilet soap high quality fats and oil as raw materials, cheaper quality fats and oils, expensive perfumes added, cheap perfumes added. Care is taken to ensure that there is no free alkali content to prevent injuries to skin. No such care is taken. Care is taken to ensure that there is no free alkali content to prevent injuries to skin. Injuries to skin. No such care is taken. No fillers. Fillers present. No fillers. Fillers present. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ടോയ്ലറ്റ് സോപ്പ് ആൻഡ് ലോണ്ടറി സോപ്പാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് പറയുന്നത് സ്പെഷ്യൽ വെറൈറ്റീസ് ഓഫ് സോപ്പാണ്. ഇതിൻ്റെ എന്താ പറയുക ഒന്ന് രണ്ട് സെൻറ്റൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യൽ വെറൈറ്റീസ് ഓഫ് സോപ്പ് എന്നുള്ളടത്ത്. അപ്പോൾ ഈ നമ്മുടെ ടോപ്പിക്സിൻ്റെ ഒരു സ്റ്റൈൽ മനസ്സിലാവാൻ വേണ്ടി വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് വരുന്നത് വെച്ചാൽ സ്പെഷ്യൽ വെറൈറ്റീസ് ഓഫ് സോപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബോക്സിൽ കൊടുത്തേക്കണുണ്ടല്ലേ സാപ്പോണിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. സാപ്പോണിഫിക്കേഷനാണ് പിന്നെ വരുന്നത്. അത്യാവശ്യം ഇത് വരെ ഉണ്ട്. സോൾട്ടിങ് ഔട്ട് ഓഫ് സോപ്പ്, ഫിനിഷിങ്, കോൾഡ് പ്രോസസ്സ്, ഇത്രയും വരെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ എന്താ പറയുക സ്പെഷ്യൽ വെറൈറ്റീസ് ഓഫ് സോപ്പിൻ്റെ ബാലൻസ് ഭാഗം വരുന്നത്. ഇവിടെയാണ് അവസാനിക്കുന്നത് സ്പെഷ്യൽ വെറൈറ്റീസ് ഓഫ് സോപ്പ് എന്നുള്ള ടോപ്പിക്ക്. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയണമെന്നുള്ളൂ. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ വെറൈറ്റീസ് ഓഫ് സോപ്പ് നോക്കാം. സ്പെഷ്യൽ വെറൈറ്റീസ് ഓഫ് സോപ്പ്.
Special varieties of soap. Floating soaps made by beating large quantities of air into soap in a cruder when the soap is in a creamy state. Floating soaps made by beating large quantities of air into soap in a cruder when the soap is in a creamy state. Transparent soaps contain glycerol or alcohol obtained by dissolving soap in alcohol and evaporating the solvent alcohol. Medicated soaps, medicinal substances added. Examples are neem soap and carbolic soap. Shaving soaps, potassium sodium stearates, produces lasting leather containing gum and glycerin to prevent leather drying. Medicated soaps, medicinal substances added. Examples are neem soap and carbolic soap. Shaving soaps, potassium sodium stearates, produces lasting leather containing gum and glycerin to prevent leather drying. ഇനി നമുക്ക് പറയാനുള്ളത് സാപ്പോണിഫിക്കേഷൻ ആണ്. Saponification is the process where oil or fat tristyrene is treated with a sodium hydroxide solution called lye to form soap and glycerin. Saponification is a process where oil or fat tristyrene is treated with the sodium hydroxide solution called lye to form soap and glycerin. CH2O CO C17H35 CHO C17H35 CH2O CO C17H35 tristyrene fat. CH2O CO C17H35 CHO CO C17H35 plus 3NaOH lye. CH2OH CHOH plus 3C17H35 COONA sodium stearate soap CH2OH glycerol. CH2OCO C17H35 CHOCO C17H35 plus 3NaOH lye. CH2OCO C17H35 tristyrene fat. CH2OH CHOH plus 3C17H35 COONA sodium stearate soap CH2OH glycerol. അപ്പം ഇത് ജസ്റ്റ് നമ്മൾ ഈ എന്താ പറയുക, ഇതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കാണ്. ഈ ഫിഗർ CH2OCO C17H35 CHOCO C17H35 plus 3NaOH lye. അടുത്തത് സോപ്പ് ക്യാൻ ബി മാനുഫാക്ചർഡ് ബൈ ദ ഫോളോയിങ് പ്രോസസ്: എ ഹോട്ട് പ്രോസസ് ആൻഡ് ബി കോൾഡ് പ്രോസസ്.
A hot process involves the following steps. One, saponification. Saponification. Oil or fat is taken in a soap kettle and heated with open steam. 10% sodium hydroxide solution lye is added in a thin stream. The stream keeps the mass boiling and ensures through mixing as well. Saponification yields a frothy mixture of sodium salts and glycerin. Fat or oil plus lye, soap plus glycerol. Fat or oil plus lye, soap plus glycerol. Salting out of soap. Salting out of soap. When saponification is complete, common salt or brine is then added to precipitate soap and heating is continued. Soap forms on the upper layer as a thin mass. This is known as salting out of soap. The unused alkali solution in the uh, lower layer is called spent lye or sweet lye. This lye along with glycerol and salts is drawn from below the reaction vessel. Glycerol can be recovered from it. Uh, three finishing. Finishing. The soap obtained after salting out is boiled again with sodium hydroxide for complete saponification. This converts all the unsaponified fat. The spent lye is then drawn off. The solid soap is then boiled with water to dissolve excess of alkali. It is then allowed to settle when the impure soap called niger forms the lower layer. The pure soap in the upper layer is transferred to a steam jacked tank called crude. The pure soap in the upper layer is transferred to a steam jacketed tank called crude. It is then shredded into small chips. Sorry, it is then shredded into small chips, dried to the requisite amount of moisture content and mixture with the coloring substances and perfumes. Some fillers like rosin, sodium silicate, borax and sodium carbonate are added to laundry soaps. They have a detergent value and are less expensive than soap. In the next step, the soap is allowed to run into molds and permitted to solidify. The bigger blocks are cut with steel wires into small slabs, which are then cut into smaller cakes and stamped. Be cold process. Be cold process. In the cold process, oil or molten fat is taken in an iron pan fitted with a stirrer. It is then treated with lye. Any strong alkaline solution like potassium hydroxide used for washing or cleansing. Stirring is continued till the soap begins to set. After solidification in frames, it is cut into slabs and further into cakes. All the glycerin remains in the soap. Starch or other fillers are thoroughly mixed with the oil before lye is added. This process is not as economical as the hot process, and the soap obtained is also not pure.
all the glycerin remains in the soap. Starch or other fillers are thoroughly mixed with the oil before lye is added. This process is not as economical as the hot process, and the soap obtained is also not pure. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് സാപ്പോണിഫിക്കേഷൻ, എ ഹോട്ട് പ്രോസസ്സ് ആൻഡ് ബി കോൾഡ് പ്രോസസ്സ്, സി ഹോട്ട് പ്രോസസ്സ്, 1 സാപ്പോണിഫിക്കേഷൻ, 2 സോൾട്ടിങ് ഔട്ട് ഓഫ് സോപ്പ്, 3 ഫിനിഷിങ്, ബി കോൾഡ് പ്രോസസ്സ്. ഇത്രയൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പം എന്താ പറയുക, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞ കുറേ ടോപ്പിക്സിലൊക്കെ. അപ്പോൾ ദയവേത് ക്ഷമിക്കുക. നമ്മൾ ഇപ്പോൾ തന്നെ പറഞ്ഞു പോകണേൽ ശരിയാവില്ല. കാരണം പ്രത്യേക തരത്തിലുള്ള വേർഡ്സുകളൊക്കെ വന്നിട്ടുണ്ട് നമ്മളെടുത്ത ടോപ്പിക്സിലൊക്കെ. നമുക്ക് ഗ്ലാസസ് ആണ് പറയാനുള്ളത്. നമുക്കിനി ഗ്ലാസസ് പറയാം. പിന്നെ പ്രത്യേകം ഞാൻ എടുത്തു പറയുന്ന ഒരു ടോപ്പിക്ക് ക്ലീൻസിങ് ആക്ഷൻ ഓഫ് സോപ്പ്. ക്ലീൻസിങ് ആക്ഷൻ ഓഫ് സോപ്പിൽ യൂണിമോളിക്കുലർ ഫിലിം ഓഫ് സോപ്പ് മോളിക്യൂൾസ് ഓൺ വാട്ടർ സർഫേസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നായിരുന്നു. അതിൽ നല്ല മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ദയവേത് ക്ഷമിക്കാതെ, പറഞ്ഞിട്ട് ശരിയാവില്ല, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. കാരണം അതുപോലത്തെ രീതിയിലാണ് നമ്മൾ ആ ടോപ്പിക്ക് പറഞ്ഞു പോയത്, തെറ്റ് വരുത്തിയിട്ട്. അതുകൊണ്ടാണ് ആ ടൈമിൽ എനിക്ക് പറയാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ ടോപ്പിക്ക് ഗ്ലാസ്സിന് മുന്നെടുത്ത ടോപ്പിക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അപ്പം നോക്കാം. Glasses is a mixture of an alkali silicate with the silicate of a base, that is silica, sodium silicate, Na2SiO3, and calcium or lead silicate. The selected materials, that is sand, silica, soda ash, sodium carbonate, and limestone, calcium carbonate, are mixed in the required proportions, and broken pieces of previously made glasses known as quillette are added. This helps in easier fusion of the mixture. The mixture is heated up to a temperature of 1400 degrees Celsius in a rotary furnace. When the mass is completely mixed and melted, the glasses is made in various shapes by blowing and molding. Glasses is a mixture of an alkali silicate with the silicate of a base, that is silica, sodium silicate, Na2SiO3, and calcium or lead silicate. The selected materials, that is sand, silica, soda ash, sodium carbonate, and limestone, calcium carbonate, are mixed in the required proportions, and broken pieces of previously made glasses known as quillette are added. This helps in easier fusion of the mixture. The mixture is heated up to a temperature of 1400 degrees Celsius in a rotary furnace. When the mass is completely mixed and melted, the glasses is made in various shapes by blowing and molding. ഇപ്പോൾ ഗ്ലാസസിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്, ദയവേത് ക്ഷമിക്കുക. അപ്പം ഇനി നമുക്ക് പറയാനുള്ള സൈഡ് എഫക്ട്സ് ആണ്. സൈഡിലുള്ള ടോപ്പിക്സ് ആണ് ഇനി പറയാനുള്ളത്. നമുക്കത് നോക്കാം. സൈഡ് എഫക്ട്സ്. A side effect may be defined as any drug action other than one therapeutically intended. The most common side effects are those involving the nervous system and the GL tract. A side effect may be defined as any drug action other than
one therapeutically intended. A side effect may be defined as any drug action other than one therapeutically intended. The most common side effects are those involving the nervous system and the GL tract. Many drugs produce feelings of drowsiness, fatigue, and nausea by direct action on the brain. A variety of drugs, including aspirin, irritate the stomach, causing burning pain, nausea, vomiting, and diarrhea. Less frequently, but more seriously, drugs may lower the blood pressure to the point where dizziness, even fainting, occurs. Less frequently, but more seriously, drugs may lower the blood pressure to the point where dizziness, even fainting, occurs. അപ്പോൾ സൈഡ് എഫക്ട്സും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാത്തത് റിസ്ക് വേഴ്സസ് ബെനിഫിറ്റ്. നമുക്കിനി അത് നോക്കാം. റിസ്ക് വേഴ്സസ് ബെനിഫിറ്റ്. റിസ്ക് വേഴ്സസ് ബെനിഫിറ്റ്. When prescribing a drug, the physician usually considers possible toxicity, weighting this risk against നമുക്ക് ഒരാഴ്ച പറയാം. റിസ്ക് വേഴ്സസ് ബെനിഫിറ്റ്. When prescribing a drug, the physician usually considers possible toxicity, weighing this risk against the potential benefit to be received from the drug and the severity of the illnesses. For example, anti-cancer drugs are usually extremely toxic since they work by disrupting cellular metabolism and thus affect normal tissue as well as the cancer. When prescribing a drug, the physician usually considers possible toxicity, weighing this risk against the potential benefit to be received from the drug and the severity of the illnesses. For example, anti-cancer drugs are usually extremely toxic since they work by disrupting cellular metabolism and thus affect normal tissue as well as the cancer. For example, anti-cancer drugs are usually extremely toxic since they work by disrupting cellular metabolism and thus affect normal tissue as well as the cancer. റിസ്ക് വേഴ്സസ് ബെനിഫിറ്റ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. Biomedical engineering is an interdisciplinary field that uses engineering, physics, and chemistry to develop. Biomedical engineering is an interdisciplinary field that uses engineering, physics, and chemistry to develop. Biomedical engineering is an interdisciplinary field that uses engineering, physics, and chemistry to develop instruments, machines, and methods for studying and treating living organisms. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് പറയാം. ജെനറ്റിക്സ്, ഡിറ്റർജൻസ്, ആൽക്കൈൽ സൾഫേറ്റ്സ്, അനിയോണിക് പ്രോപ്പർട്ടീസ്, കോമ്പോസിഷൻ ഓഫ് എ കോമൺ ഡിറ്റർജൻറ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ഡിറ്റർജൻസ് ഓവർ സോപ്സ്, ബയോഫിസിക്സ്, സോപ്സ്, ഡിറ്റർജൻസ്, types of glasses, manufacturing of glasses, soda lime glasses, Pyrex glasses, Gina glasses, Crookes glasses, tempered glasses.
സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളുണ്ട്, ദയവത് ക്ഷമിക്കുക. വോൾക്കാനിക് ഗ്ലാസസ്. പിന്നെ വരുന്നത് ബയോണിക്സ്, സൈബർനെറ്റിക്സ്, ഫ്രോസൺ ഫുഡ്സ്, കളർഡ് ഗ്ലാസസ്, ആസിഡ് എറ്റ്കഡ് ഗ്ലാസസ്, ലിമിറ്റേഷൻസ് ഓഫ് ഫ്രീസിങ്, ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജൻസ്, സിമന്റ്, കോൾ, കെമിക്കൽ പ്രിസർവേറ്റീവ്സ്, സോഡിയം ബെൻസോയിറ്റ്, വാഷിംഗ് സോഡ. അപ്പോൾ ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ജനറൽ സയൻസിൽ കെമിസ്ട്രി. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. പ്രത്യേകിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് നമ്മൾ ഓരോ സ്പോട്ടിൽ തന്നെ പറഞ്ഞു പോയിട്ടുണ്ട് ടോപ്പിക്സ് ഒക്കെ പറഞ്ഞപ്പോൾ. എന്നാലും പ്രത്യേകം പറയാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ദയവേത് ക്ഷമിക്കുക. യൂട്യൂബ് ആയതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് ശരിയാവില്ല. കമൻസ് കാര്യങ്ങൾ നമ്മൾ പരമാവധി അത് ഒഴിവാക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വരരുത്. അഥവാ വന്നാൽ തുറന്നു പറഞ്ഞ് നമ്മൾ കറക്റ്റ് ചെയ്ത് തന്നെ പോകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് തന്നെ എല്ലാം പറഞ്ഞു പോകുന്നത്. ബാക്കി നിങ്ങളാണ് എന്താ പറയുക, നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് പ്രതികരിക്കുന്നതും അതുപോലെ തന്നെ കമൻസും കാര്യങ്ങളും ഒക്കെ എന്താ പറയുക സെൻഡ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ്. എന്നാലും നമ്മുടെ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് നമ്മൾ എന്താ പറയുക വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ പറയാനുള്ളത്. പിന്നെ നമുക്ക് പറയാനുള്ള ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യില്ല, നമ്മൾ നേരിട്ട് യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത്, എഡിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവായി ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രി എടുക്കണം എന്നുള്ള പ്രത്യേകതയും കൂടി ഉണ്ട്. അപ്പോൾ ഏകദേശം 2 മണിക്കൂറോളം വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ CCTക്ക് വേണ്ടി നല്ല രീതിയിൽ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാമൊക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.